Join the legacy of excellence at Little Flower Engineering Institute, Kalamassery, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamassery. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാറിനെ അയോഗ്യനാക്കാൻ നിർണായക വഴി തേടിയാണ് പ്രതിപക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി അതിന് ശാശ്വതമായ ഒരു പരിഹാരം ആദ്യം കണ്ടെത്താൻ ശ്രമിച്ചില്ല. എന്നാൽ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചപ്പോഴാണ് അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്ന് സുപ്രീം കോടതിക്ക് പോലും മനസ്സിലായത്. മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന നിയമ നടപടിക്രമങ്ങൾ അത് വലിയ തോതിൽ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ആരോപിച്ച ആരോപണം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ശാശ്വത പരിഹാരത്തിനായി നീങ്ങുകയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ അംഗമായിരിക്കണമെന്ന നിർണായക ചരിത്രവിധി പ്രസ്താവിക്കാൻ തീരുമാനിക്കുകയാണ്. നേരത്തെ സഞ്ജീവ് ഖന്നയും ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചത്. എന്നാൽ ഇതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. നിലവിലെ സർക്കാരിന് ജസ്റ്റിസ് BR ഗവായിയെ മാറ്റണമെന്ന് അമിതമായ ആഗ്രഹമുണ്ട്. നരേന്ദ്രമോദിയുടെ എല്ലാ രീതിയിലുള്ള നെറികെട്ട നടപടിക്രമങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു ചീഫ് ജസ്റ്റിസ് തന്നെ എന്നുള്ളത് ഈ രാജ്യം എല്ലാ രീതിയിലും അംഗീകരിക്കുകയാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഏറെ അഭിമാനത്തോടു കൂടി പറയുകയാണ്, വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ ഏറ്റവും ശക്തനായ നട്ടലുള്ള ഒരു ചീഫ് ജസ്റ്റിസ് വന്നിരിക്കുന്നു. ഈ രാജ്യത്തെ ജനങ്ങളുടെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ നിലയ്ക്കാത്ത പ്രവാഹവും കയ്യടിയും ഏറ്റുവാങ്ങുകയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ഒരുപക്ഷെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ഫഡ്നാവിസിനെ അധികാര സ്ഥാനത്തു നിന്നും മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം അത്രമേൽ ശക്തമായ തെളിവുകൾ ഓരോ മണ്ഡലങ്ങളിൽ നടന്ന തിരിമറിയെക്കുറിച്ച് ഉയർന്ന തെളിവുകൾ അതെല്ലാം സുപ്രീം കോടതിയിലേക്ക് ഓരോന്നും സമർപ്പിക്കപ്പെടുകയാണ്. അതിനിടയിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ ഒരു രീതിയിലും സത്യസന്ധമായി അല്ല പൂർത്തീകരിച്ചതെന്നും ഈ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ചതിയായിരിക്കുമെന്നുള്ളത് പ്രതിപക്ഷം പറയുകയാണ്. RJDയും കോൺഗ്രസും ഒരേപോലെ തന്നെ ഉന്നയിക്കുകയാണ്. ആ മുന്നണി സംവിധാനത്തിലുള്ളവർ കൃത്യമായി ബീഹാറിലെ തട്ടിപ്പ് എത്രത്തോളം രാജ്യത്തിന് ആപത്താണ് എന്നത് ഉയർത്തിപ്പിടിക്കുകയാണ്. വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും സ്റ്റാലിനും അതുപോലെ തന്നെ നിരവധിയായ പ്രതിപക്ഷ നേതാക്കളും ഈ വിഷയത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ പ്രതിപക്ഷത്തിന്റെ കേസിന് ബലം കൂട്ടിയിരിക്കുകയാണ്.